അപ്പൊ നമ്മ നീലേശ്വരം മന്നമ്പുറത്ത് കാവ് കലശത്തിന് പോയിട്ടുണ്ടായിനി. നടന്നിട്ട് എങ്ങനെല്ലാം കൂടി കവാടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിനി. കവാടം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിയ പോലെ ഉണ്ടായിനി. നമ്മ കുറച്ച് തന്നെ ഇങ്ങനെ കുടുങ്ങിയ പോലെ നിന്നിട്ട് ഒന്നും തിരിയാത്തൊരവസ്ഥ വന്നിട്ടാകുമ്പോൾ സൈഡിലൊരു വഴിയുണ്ട് പറഞ്ഞിട്ട് ചെങ്ങായിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെല്ലാം കൂടി നടന്ന് കാവിന്റെ സൈഡിലെല്ലാം നടന്നിട്ട് എങ്ങനെല്ലാം കൂടി അമ്പലത്തിന് മുമ്പിലേക്ക് എത്തി. എന്നിട്ട് ഒരു വിധത്തില് എത്തുമ്പോഴത്തേക്കന്നെ കലശം ഏകദേശം കഴിയാനായിട്ടുണ്ടായിനി. അപ്പത്തേക്കിനും ഒന്നും നോക്കാതെ നേരെ ഓടി ഉള്ളിൽ കയറി. പിന്നെ ഒന്നും നോക്കിയിട്ടാ നേരെ അമ്പലത്തിനുള്ളിലേക്ക് തിരക്കിലെല്ലാം കൂടി എങ്ങനെല്ലാം കൂടി ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ ഒരു സ്ഥലത്ത് നിന്നു. ഉള്ളിലെത്തിയ പിന്നെ പറയണ്ട, ഒടുക്കത്തെ തിരക്കാണ്ടായിനി. എല്ലാ കൊല്ലത്തിനേക്കാളും ആൾക്കാർ ഇപ്പോഴും ഉണ്ടോന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലുള്ള തിരക്കാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിനി. പിന്നീട് നമ്മൾ അവിടെ നിന്ന് കലശമൊക്കെ കണ്ട് തെയ്യങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നല്ല പുറത്തേക്ക് മെല്ലെ നടക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് കലശത്തിനൊന്നും എല്ലാ കൊല്ലം പോകുന്ന ചന്തയിലേക്കാണ്. പക്ഷെ ഇക്കൊല്ലം ചന്തയുടെ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അധികം പോകാൻ പറ്റിയിട്ടാണ്. പക്ഷെ ഒന്നാമത് നല്ല തിരക്കുണ്ടായി. എന്നാലും ഒരുവിധം നമ്മ കവർ ചെയ്യേണ്ട ഭാഗത്തെല്ലാം ചന്തയിലെല്ലാം ഒന്ന് പോയി എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടി നടന്നു. അങ്ങനെ ഒരുവിധം നടന്ന് നല്ല ക്ഷീണം പിടിച്ചിട്ടാകുമ്പോൾ മെല്ലെ നമ്മളെ രാജാസിന്റെ മതിലിന്റെ സൈഡിൽ വന്നിട്ട് കുറച്ച് മേടെ നിന്നു. കുറച്ച് ക്ഷീണം വന്നിട്ടാകുമ്പോൾ നല്ലൊരു ഐസ് വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം. എന്നിട്ട് മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ വീട്ടിലേക്ക് വിട്ടു.